യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ട അവിടെ സൂക്ഷിച്ചു അവിടെ സൂക്ഷിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. 6-ാം വാക്യം വായിച്ചേ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചെങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ സൂക്ഷിച്ചു. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനായി സൂക്ഷിച്ചു. 6-ാമത്തെ വാക്യത്തിൽ വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അന്ധകാരത്തിന്റെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് സൂക്ഷിച്ചു. 21-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അവനവനെ സൂക്ഷിച്ചോണം. നിങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിന്നാൽ വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്നു, ദൂതന്മാരെ പാപം ചെയ്ത ദൂതന്മാരെ ബന്ധിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധന്മാർ തങ്ങളെ തന്നെ സൂക്ഷിച്ചോണം. അങ്ങനെ സൂക്ഷിച്ച് 24-ാം വാക്യം. നിങ്ങളെ സൂക്ഷിച്ച് ഇങ്ങനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചാൽ വീടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കടൽ മുൻപിൽ, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമൻ ചുറ്റിലും നേരം വീഴാതെ ഈ മരുമാസം തുടർന്നിടുവാൻ, വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ എന്നാത്മനായകനേ. ജീവരുവാസം യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകാനാനിൽ, മോദമോടെന്നും വാസിക്കും യുഗായുഗ, മോദമോടെന്നും വാസിക്കും യുഗായുഗ. വീഴാതെ നിൽക്കുവാൻ തുണ ചെയ്യണേ സ്തുതിക്ക്. വീരാനവണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതുവരെ നിന്നെ സൂക്ഷിച്ചില്ലേ, മേലിനും സൂക്ഷിക്കും. കോവിഡിന്റെ ആരംഭ സമയം വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ, സ്നേഹിതരൊക്കെ കടന്നുപോയി. അവര് മഹാഭാവികളായതുകൊണ്ട് പോയതല്ല, ദൈവം അവരെ നേരത്തെ ചേർത്ത് കൊണ്ടു. നമ്മൾ വിശുദ്ധന്മാരും നീതിമാന്മാരും ആയതുകൊണ്ട് ഇവിടെ ഇരുത്തിക്കുന്നതുമല്ല. ആമൻ. ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നതാ. ഇനിയും സൂക്ഷിക്കാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഇനിയും കരുതുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ഇനിയും സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാ. വീടാതെ വണ്ണം നിങ്ങൾ സൂക്ഷിച്ച്. അതെ, ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പദം സൂക്ഷിക്കുക എന്നുള്ളതാ. സൂക്ഷിക്കണം. ഇനി ഈ ലേഖനത്തിന്റെ ഒരു വിശേഷത, രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ യൂദ തുനിഞ്ഞത്. പൊതുവിലുള്ള രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാനാ തുനിഞ്ഞെങ്കിലും എഴുത്ത് ആരംഭിച്ചപ്പോൾ യൂദയ്ക്ക് മനസ്സിലായി രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. കാരണം ഈ രക്ഷ എന്ന വിഷയം എഴുതാൻ തുടങ്ങിയ ആ സമയത്ത് ദുരുപദേശക്കാര് സഭയ്ക്കകത്ത് കയറി. ദുരുപദേശക്കാര് അവര് കയറിയ കയറ്റത്തെ പറ്റി ഒരു മലയാള പദം നുഴഞ്ഞു കയറിയെന്ന്. അങ്ങനെ മലയാളത്തിൽ കൂടെ, ഇംഗ്ലീഷൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ എങ്ങനെ? ഇപ്പം മലയാളത്തിൽ തന്നെ ഇരിക്കട്ടെ. നുഴഞ്ഞ് കയറി. ഈ നുഴഞ്ഞു കയറുന്നത് നല്ല ഉദ്ദേശത്തോടല്ല. ബഹുമാനപ്പെട്ട ഷേണായി പാസ്റ്റർ എന്നെ ക്ഷണിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു, ടീമംഗങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ അല്പം വൈകി വരുമെന്ന് അറിയിച്ചു. 7:30 ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞ് കൃപയാൽ ആ സമയത്ത് വരുവാനിടയായി. വണ്ടി അവിടെ നിർത്തി നടന്ന് നേരെ ഇങ്ങോട്ട് വരിക. നുഴഞ്ഞാന്നോ ഞാൻ വന്നേ? അല്ല, എനിക്കിവിടെ അങ്ങനെ വരേണ്ട കാര്യം
ഇവിടെ നല്ല എങ്ങും അങ്ങനെ നുഴഞ്ഞു ചെല്ലേണ്ട കാര്യം. എന്റെ വരവിന്റെ ഉദ്ദേശം ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചു, പ്രാർത്ഥിച്ച് ദൈവകൃപയെ ശരണപ്പെട്ട് ഇവിടെ വന്നു. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇവിടെ ചെയ്യുക. പിന്നെ എന്റെ ആഗ്രഹം പൗലോസ് പറഞ്ഞതുപോലെ ചങ്ങല ഒഴികെ മുഴുവനെണ്ണോ എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞ എല്ലാരും രക്ഷിക്കപ്പെടണം, എല്ലാരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, എല്ലാവരും ആത്മസ്നാനം പ്രാപിക്കണം, എല്ലാരും വേർപാട് പാലിക്കണം, എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടെ ഇവിടെ വന്നു. അതുകൊണ്ട് എനിക്ക് നുഴഞ്ഞു വരേണ്ട കാര്യമല്ല, നേരെ ഇങ്ങോട്ട് വന്നു. സ്തോത്രം. അപ്പൊ ഈ നുഴഞ്ഞു വരുന്നത് നല്ല ഉദ്ദേശത്തോടല്ല. ഇപ്പോഴും ചില സന്ദർഭത്തിൽ നേരത്തെ മിക്കപ്പോഴും ന്യൂസ് പേപ്പർ നമ്മൾ രാവിലെ വായിക്കുമ്പോൾ ചരമ കോളേജിന്റെ ഇപ്പുറത്തെ പേജിലും ചിലപ്പോ ചില ഫ്രണ്ട് പേജിലും ഒക്കെ കാണും പലസ്തീൻ സേന നുഴഞ്ഞു കയറി. ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിലൊക്കെ ചിലപ്പോ കാണും പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ പാകിസ്ഥാൻകാര് നുഴഞ്ഞു കയറുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല, ഗുണം പിടിപ്പിക്കാനും ഗുണം വരുത്താനാണെങ്കിൽ അന്തസ്സായിട്ട് ഇന്ത്യ ഗേറ്റ് കൂടെ നേരത്തെ അറിയിച്ചേച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ ചെന്ന് സല്യൂട്ട് സ്വീകരിച്ച് മാന്യമായിട്ട് കയറിയല്ലേ ഇന്ത്യക്ക് വരണ്ടേ. അല്ലാതെ വെള്ളയുടെ ഇടയിൽ കൂടെ ആണ്, കമ്പിവേലിയുടെ ഇടയിൽ കൂടെ. കമ്പിവേലിയുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഓർത്തോണം, ഇവൻ ഇന്ത്യയെ ഗുണപ്പെടുത്താൻ വരുന്നതല്ല, ഇന്ത്യയെ തകർക്കാൻ വരുന്നതാണ്. അപ്പോൾ എന്ത് വില കൊടുത്തും അതിനെ നേരിടണം. ആഭ്യന്തരം സുസജ്ജമായിരിക്കണം. എന്റെ ഭാഷ പറഞ്ഞ വ്യോമസേനയും കരസേനയും നാവികസേനയും സകല സേനയും സുസജ്ജമായിരിക്കണം. നുഴഞ്ഞു വരുന്നവനെ അന്നേരം പിടികൂടണം. ഇതുപോലെ പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. നുഴഞ്ഞു വന്നിരിക്കുന്ന മൂന്നാം വാക്യം വായിച്ചേ. മൂന്നാം വാക്യം ചടിയടാന്ന് വായിക്കണം. രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ ഓഫാക്കരുതെന്ന്. അബദ്ധരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. കണ്ടോ? അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പൊ പദം നുഴഞ്ഞു വന്നെന്ന്. അപ്പൊ ഈ സഭയ്ക്കകത്ത് ദുരുപദേഷ്ടക്കന്മാർ നുഴഞ്ഞാ കയറിയത്. ഇപ്പൊ അങ്ങനെ ധാരാളം ദുരുപദേഷ്ടക്കന്മാരുണ്ട്. വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്, വേറൊരു സുവിശേഷം പറയുന്നവരുണ്ട്, വേറൊരു ആത്മാവിന് വിധേയപ്പെട്ടു പോകുന്നവരുണ്ട്. നാളെ ഒരാളോട് ദൂത് പറയുന്നു. പുള്ളിയുടെ പ്രായം ദൈവാത്മാവ് പറയാ 45. ദൈവാത്മാവിന് തന്നെ ഇപ്പം ഷുഗർ കൂടിയെന്ന് തോന്നുന്നു. കാരണം ഓർമ്മക്കേട്. ദൈവാത്മാവിന് തന്നെ ഇപ്പം ഡൗട്ടാ. 45 46 നിങ്ങൾക്ക് സ്തോത്രം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒത്തിരി കൊണ്ട് പറയാം. അപ്പൊ ഈ ദുരുപദേശം പഠിപ്പിക്കുന്ന ആൾക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി. വീട് തരുന്ന ചിലക്ക് പ്രസംഗം അതാ, വീട് തരുന്ന യേശു, വണ്ടി തരുന്ന യേശു, വിദേശത്ത് അയക്കുന്ന യേശു, കടം മാറ്റുന്ന യേശു, കാശ് തരുന്ന യേശു. യേശുവിനെ അറിഞ്ഞാൽ ഇതൊന്നും കിട്ടുകയല്ലെന്നൊന്നും അല്ല വാദം. അതല്ല മെയിൻ വിഷയം. സ്തോത്രം. നിന്റെ പാപം പരിഹരിച്ച്, സ്തോത്രം, നീ ഒരു ദൈവ പൈതലായി തീരണം. നീ രക്ഷിക്കപ്പെടണം. യേശുക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. പിന്നെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തന്നോളും. TPM-കാര് പാടുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവർ വേണേ ഒരു ശീലി പാടിക്കോ, എടുത്ത് പാടാൻ വയ്യ, അതുകൊണ്ടാണ് നിങ്ങളൂടെ പാടാൻ പറഞ്ഞേ. ജീവനും ഭക്തിക്കും വേണ്ടിയ നോക്കയും തൻ ദിവ്യമാം ശക്തി ദാനം ചെയ്തതിനാൽ, ജീവനും ഭക്തിക്കും വേണ്ടിയ നോക്കയും
നിത്യമാം ശക്തിദാനം ചെയ്തതിനാൽ ആനന്ദമേ ക്രിസ്ത്യ ജീവിതം. ആശ്വാസമുണ്ടി പാതയിൽ ആനന്ദമേ ക്രിസ്ത്യ ജീവിതം. ആശ്വാസമുണ്ടി പാതയിൽ എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ മനമാനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ പ്രിയനീയതകൾ എന്തികയാൻ പകരം പാരലേകിടും. എൻ പ്രിയനി ഏഴക്കേകൾ എന്തികയാൻ പകരം പാരലേകിടും. ആനന്ദമേ ക്രിസ്ത്യ ജീവിതം. ആശ്വാസമുണ്ടി ആനന്ദമേ ക്രിസ്ത്യ ജീവിതം. ആശ്വാസമുണ്ടി കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ദാനം ചെയ്തിരിക്കുക. പത്രോസ് പറഞ്ഞ പദം നമുക്ക് മനഃപാഠമാ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല നിനക്ക് ദാനം ചെയ്തിരിക്കുക. ഞാൻ ആ വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയാനുണ്ട്, ഷേണായി പാസ്റ്റേ, നമുക്ക് പരിജ്ഞാനമില്ലേലും നമ്മളെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചത് ബോധക്കേട് പിടിച്ച ദൈവം അല്ലെന്ന്, നല്ല ബോധമുള്ള ദൈവമാണ്. സ്തോത്രം. നമുക്ക് പരിജ്ഞാനമില്ലേലും നമ്മളെ വിളിച്ച ദൈവം, നിനക്ക് ശക്തി ഇല്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം സർവശക്തനാണ്. നിനക്ക് കഴിവില്ലെങ്കിലും നിന്നെ വിളിച്ച ദൈവം കഴിവുള്ള ദൈവമാണ്. നീ അപ്രാപ്തനാണെങ്കിലും നിന്നെ വിളിച്ച ദൈവം പ്രാപ്തിയുള്ള ദൈവമാണ്. നിനക്ക് കഴിവ് സാമർത്ഥ്യമൊന്നുമില്ലെങ്കിൽ വിളിച്ച ദൈവം ഉന്നതനായ ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പെന്തിക്കോസുകാരോടാ കൂടുതലും പറഞ്ഞ്, പെന്തിക്കോസുകാരെന്ന് പറഞ്ഞ് ചുമ്മാ കരഞ്ഞും കൂവി നടക്കരുത്, നല്ല തളിപ്പുറത്ത് വെടി പോലെ നടന്നോണ്ട്. എവിടെ പോവാന്ന് ചോദിച്ചപ്പോ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറയണം. എവിടെ പോവാ? പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടാ? എന്തുകൊണ്ട് വിശേഷം? നിന്റെ കൂടെ ഒരു ചെള്ളു പോലും വരികയല്ല പ്രാർത്ഥനയ്ക്ക്, പിന്നല്ലേ നിന്റെ മാപ്പിള വരുന്നത്. ഒരു ചെള്ളു പോലും. സ്തോത്രം. അല്ല, ഉഷാറോടെ നിന്നോണം. സ്തോത്രം. യോഗമൊക്കെ കഴിഞ്ഞങ്ങോട്ട് പോകുമ്പോൾ ചുമ്മാ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞാൽ പടക്കുതിര പോകും പോലെ പോകണം. അത് കാണുമ്പോൾ തന്നെ മറ്റവന് പരിപാടി ഉണ്ടെന്നാ തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് തള്ള 3 നില തിരുന്നാ പോയി പക്കി പറക്കും പോലെ. യോഗം കഴിഞ്ഞ് നല്ല അജമാംസ രസായനം കഴിച്ച പോലെ വേണം വീട്ടോട്ട് പോകാൻ. അല്ല, കഞ്ചാവ് അടിച്ചേച്ച് പോകും പോലൊന്നും. സ്തോത്രം. റോഡിൽ കൂടെ പോകുമ്പോൾ ഈ പിള്ളേരൊക്കെ കഞ്ചാവ് അടിച്ച് പിള്ളേർ ദൈവമേ അവരെ രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലരോട് സുവിശേഷം പറയാനുണ്ട്, രക്ഷിക്കട്ടെ. അതിപ്പം പഠിതിയൊക്കെ അങ്ങനെ ഇട്ടില്ല. യാതൊരു യമക്കളങ്ങനെ നല്ല പടക്കുതിര പോകും പോലെ പോകണം. നിന്നെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ്. ജീവന് ഭക്തിക്കും വേണ്ടിയതെല്ലാം ദൈവം ദാനം ചെയ്തെന്ന്. നിനക്ക് പരിജ്ഞാനമില്ല, പക്ഷെ വിളിച്ച ദൈവം പരിജ്ഞാനമുള്ള ദൈവമാണ്. നിനക്ക് കഴിവില്ല, വിളിച്ച ദൈവം കഴിവുള്ള ദൈവമാണ്. അവിടുന്ന് നിന്നെ പുലർത്തും. നിന്നെ മാത്രം നിന്നെ സന്തതിയെ പുലർത്തും. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരുമെന്ന്. സ്വർഗത്തിലെ ദൈവം കഴിവുള്ളത്. ഇന്ന് രാത്രി നിരാശയോടെ ഭാരത്തോടെ വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഉപേക്ഷിക്കത്തില്ല, അനാഥരായിട്ട് വിടത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കണ്ടെന്ന് അരുളി ചെയ്ത നസ്രായനാകുന്ന യേശു ക്രിസ്തു നിന്നെ പുലർത്താൻ വിശ്വസ്തൻ. അതെ, ഓടിച്ചു പോകാം. അപ്പൊ യൂദ ഈ ലേഖനം എഴുതാൻ കാര്യം രക്ഷ എന്ന വിഷയത്തെ പറ്റി എഴുതാൻ ആരംഭിച്ചെങ്കിലും എഴുത്തു തുടങ്ങിയപ്പോൾ മനസ്സിലായി രക്ഷയെ പറ്റി എഴുതുന്നതിലും അത്യാവശ്യം ദുരുപദേശത്തിനെതിരെ ഖണ്ഡനം നടത്തണം. പൊതുവിലുള്ള രക്ഷ ഇടയ്ക്ക് കയറി പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ പറയാം. രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂലുകൾ കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയല്ല.
പള്ളി പണിത് കൊടുത്തത് കൊണ്ടോ, പള്ളിക്കടുത്ത് വീട് വെച്ചത് കൊണ്ടോ, കുരിശുത്തൊട്ടി പണിത് കൊണ്ടോ, പെന്തിക്കോസ് ഹോള് പണിതത് കൊണ്ടോ, ഹോള് പണിയാൻ സ്ഥലം കൊടുത്തത് കൊണ്ടോ, ഹോളിനകത്ത് 5 പാൻ മേടിച്ചിട്ടത് കൊണ്ടോ, പുൽപ്പിറ്റ് കൊണ്ട് കൊടുത്തത് കൊണ്ടോ, ഉപദേശിമാർക്കും അച്ഛന്മാർക്കും എല്ലാം ചാപ്പാട് കൊടുത്തത് കൊണ്ടോ, അച്ഛന് ലോഹ തയ്പ്പിക്കാൻ 8 മീറ്റർ വെള്ളത്തുണി കൊടുത്തത് കൊണ്ടോ എനിക്ക് അന്ന് ഒരു 4-5 മീറ്റർ തരണം. ഇതൊക്കെ ഉള്ളത് കൊണ്ട്. അല്ലാതെ കുഴപ്പമല്ല, തന്നത് കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. നീ പാസ്റ്ററുടെ ഭാര്യ ആയതുകൊണ്ടോ, പാസ്റ്റർ ആയതുകൊണ്ടോ, പാസ്റ്ററുടെ മോൻ ആയതുകൊണ്ടോ, വല്യപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടോ, കോട്ടയം സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ, സഭയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടോ, പുള്ളിയുടെ ഭാര്യ നിനക്ക് അച്ചത്തിലായിപ്പം ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. മംഗളം ദേവദേവന് പ്രതിദിനവും, മംഗളം ദേവദേവന്, മംഗളം ദേവദേവന് പ്രതിദിനവും, മംഗളം ദേവദേവന്. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. അതുകൊണ്ട് പുണ്യപ്രവൃത്തി നല്ലതാ, പക്ഷെ സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ. യേശു രക്ഷിതാവായി സ്വീകരിക്കണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ രക്ഷ എന്ന വിഷയം എഴുതാനാ യൂദ തുടങ്ങി. പക്ഷെ എഴുത്താരംഭിച്ചപ്പോൾ രക്ഷയെ പറ്റി അത്യാവശ്യം ദുരുപദേശത്തിന്, അതായത് ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ ഒന്ന് ആട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു 10 മണി വരെ നിൽക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ നിന്നാൽ നിങ്ങൾ ചിലപ്പം ഇരുന്നും തന്നെന്ന് വരാം. പിന്നെ പോകുമ്പോൾ നിങ്ങൾ പറയും അത്രയും സമയം ഇവിടെ കൊണ്ടൊരു കാര്യവും ഉള്ളതല്ല. എന്നിരുന്നാലും മിനിറ്റ് കൂടെ എടുക്കട്ടെ. നിങ്ങൾ പറ. വെളിയിൽ നിൽക്കുന്ന സഹോദരൻ മരിച്ചവരുടെ സമയം എടുത്തോട്ടെ. അവിടെ അവിടെ എന്നാ ഇച്ചിരി അല്ല, ഇച്ചിരി എടുക്കാൻ പോവാ ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, പൊതുവിലുള്ള രക്ഷ ഇതെഴുതുവാൻ അങ്ങോട്ട് തുനിഞ്ഞെങ്കിലും ദുരുപദേശത്തിന് ഖണ്ഡന നടത്തി. അതാണ് ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. അതിന്റെ തെളിവുകളൊക്കെ ധാരാളമുണ്ട്. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. എടുത്ത കുറുവാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരി. പിന്നെ ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും. ആദാം മുതൽ അങ്ങനെ വായിക്കും. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച്. അപ്പോൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക്, യൂദ പറഞ്ഞിരിക്കുന്നത് ഏഴാമൻ ഹാനോക്ക് പ്രവചിച്ചെന്ന്. അങ്ങനെ ആ വാക്യത്തിന്റെ 2 വാക്യം കൊണ്ട് ചേർത്ത് പറഞ്ഞ ഹാനോക്ക് പ്രവചിച്ചുവെന്ന് യൂദ രേഖപ്പെടുത്തി. ഇനി ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഏഴാമനായ ഹാനോക്ക് എന്നാ അങ്ങനെ പഠിത്തത്. എങ്ങനെ ഏഴാമനായ ഹാനോക്ക്? അതിനെ ഏഴാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം ഏഴാമൻ ഹാനോക്ക് ഉറക്കെ പറഞ്ഞു.
ഈ ഏഴാമൻ ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ആറാം മുതൽ ഏഴാം ഹാനോക്ക് എന്ന് അവിടെ ഒരർത്ഥം. ഇനി വേറൊരർത്ഥം, ഹാനോക്ക് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ഹാനോക്കുണ്ട്. ഇല്ലേ? ഉണ്ട്. ഞാൻ ആ ഭാഗമെല്ലാം കൂടെ ധ്യാനിച്ചപ്പോൾ ഒരു 4 ഹാനോക്കിനെ കണ്ടു. ഒന്നാമത്തെ ഹാനോക്ക് നമ്മുടെ പ്രതിപാദ്യ പുരുഷൻ ഏഴാമനായ ഹാനോക്ക്. വേറൊരു ഹാനോക്കുണ്ട്, മൂന്നാമൻ ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആദാമിന്റെ മകനാകുന്ന കയീന്റെ മകൻ ഒരു ഹാനോക്കുണ്ട്. വായിച്ചേ ആ കണ്ണിക താഴെ, ആ കണ്ണിക തുടങ്ങുന്നിടത്ത്. അങ്ങനെ കയ്യിന് യഹോവയുടെ സന്നിധി വിട്ടുപുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്ത് കയ്യിന്റെ ഭാര്യയുമായിട്ട് ജീവിച്ചു. ഒരു മകനെ പ്രസവിച്ചു. അവന്റെ പേര് ഹാനോക്ക്. ഹാനോക്ക് ഹാനോക്ക് ഇത് മൂന്നാമൻ ഹാനോക്ക്. ആദാമിന്റെ മകനാകുന്ന കയീന്റെ മകൻ ഹാനോക്ക്, അത് മൂന്നാമൻ ഹാനോക്ക്. യൂദാട് ലേഖനത്തിൽ ഏഴാമൻ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്കുണ്ട്. അത് പഴയ നിയമകാലമല്ലേ, ബഹുഭാര്യത്വമുള്ള കാലമാണ്. അബ്രഹാമിന്റെ സാറായല്ലാത്തൊരു ഭാര്യയായിരുന്നു കെതൂറ. ആ കെതൂറയ്ക്ക് ജനിച്ച മക്കളിൽ ഒരുവനാണ് മിദ്യാൻ. 4-ാമത്തവൻ മിദ്യാൻ. ആ മിദ്യാന്റെ 3-ാമത്തെ പുത്രന്റെ പേര് ഹാനോക്ക് എന്നാ. നിങ്ങൾ വായിച്ചേ. തിട്ടമുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചു, തിട്ടമില്ലെങ്കിൽ ഞാൻ വാക്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ അബ്രഹാം വേറൊരു ഭാര്യയായ കെതൂറായുമായിട്ട് ജീവിച്ചു. അവൾ സിമ്രാൻ, യൊക്ഷൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാക്ക്, ശൂവക് എന്നിവരെ പ്രസവിച്ചു. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ സഹോദരൻ. മിദ്യാന്റെ പുത്രന്മാർ അപ്പൊ 4-ാമത്തെ പുത്രനാണ് മിദ്യാൻ. ആ മിദ്യാന്റെ പുത്രന്മാരുടെ പേരാണ് 4-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോ. മിദ്യാന്റെ പുത്രന്മാർ ഹാനോക്ക്. മതി. അപ്പോൾ മിദ്യാന്റെ 3-ാമത്തെ പുത്രനാകുന്ന ഹാനോക്ക്, അത് വേറൊരു ഹാനോക്ക്. ദൈവത്തിന് മതം. അപ്പോൾ യൂദായുടെ ലേഖനത്തിൽ ആദാം മുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ 7-ാമൻ ഹാനോക്ക്. ആദാം മുതൽ 3-ാമൻ ആദാം കയീൻ ഹാനോക്ക്. 3-ാമൻ ഹാനോക്ക് ഉൽപ്പത്തി 4:16. ഇവിടെ ഉൽപ്പത്തി 25-ൽ അബ്രഹാമിന്റെ ഭാര്യയാകുന്ന കെതൂറയുടെ 4-ാമത്തെ പുത്രനാകുന്ന മിദ്യാന്റെ 3-ാമത്തെ പുത്രൻ ഹാനോക്ക്, അത് 3-ാമൻ ഹാനോക്ക്. ഇനി വേറൊരു ഹാനോക്കുണ്ട്. അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ മൂത്ത പുത്രനാകുന്ന രൂബേന്റെ ആദ്യത്തെ പുത്രന്റെ പേര് ഹാനോക്ക്. വായിച്ച് ഉൽപ്പത്തി 46:9. രൂബേന്റെ പുത്രന്മാർ മതി. രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്. അപ്പോൾ അത് വേറൊരു ഇപ്പൊ തന്നെ എത്ര ഹാനോക്കായി? അത് മതി. പണ്ടൊരമ്മ പറഞ്ഞ പോലെ ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞ പോലെ ഇവിടെ യൂദാ കൊടുത്തിരിക്കുന്നത് 7-ാമനാകുന്ന ഹാനോക്ക്. അപ്പൊ 7-ാമൻ ഹാനോക്ക് എന്ന് പറയാൻ കാര്യം 3-ാമൻ ഹാനോക്ക് അതിന്റെ പുറകിൽ ഉണ്ട്. ഈ ആദമിന് 2 വംശമാണല്ലോ ആദമിൽ നിന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞ കൊണപ്പെട്ട വംശവും കൊണപ്പെടാത്ത വംശവും. കൊണപ്പെട്ട വംശത്തിലെ 7-ാമനാണ് ഹാനോക്ക്. കൊണപ്പെടാത്ത വംശത്തിലെ 3-ാമനാണ്, അത് വേറൊരു ഹാനോക്ക്. കാരണം അബ്രഹാമിന് ആദാമിന് ഗുണപ്പെടാത്തവനാ കയീൻ. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്ന കയീൻ ദുഷ്ടനെന്നുള്ളവനെന്നാ, അപ്പൊ ഗുണം വരാത്തവനാ. അവനൊരു മകനുണ്ടായി ഹാനോക്ക്. ആ വാക്യം വായിച്ച ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് ചടികടാന്നിനി വാക്യം വായിക്കണം. വായിച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. അടുത്ത വാക്യം, ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അപ്പൊ ഇത് 3-ാമൻ ഹാനോക്ക. വായിച്ചു. അവനൊരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അപ്പൊ ഈ പട്ടണം ആര് പണിതു? കയീൻ ഒരു പട്ടണം പണിതു. ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന്
പേരിട്ടു, മോന്റെ പേരിട്ടു. അപ്പൻ സൂത്രശാലിയാ. അപ്പന്റെ കുബുത്തി മോന്റെ പേരിനാൽ ഈ പട്ടണം അറിയപ്പെടണം. ചില സഭയൊക്കെ ചില ആൾക്കാരുടെ പേരിലല്ലേ പറയും. തങ്കച്ചന്റെ സഭ, ബാബുവിന്റെ സഭ, ചിന്നമ്മയുടെ സഭ, ബേച്ചാന്റെ സഭ, തമ്പിച്ചാന്റെ സഭ, അനീഷ് കാവാലത്തിന്റെ സഭ. ഇവിടെ സഭ കർത്താവിൻ്റെതാണ്. ഇവിടെ തമ്പിയും അനീഷും ബേബിച്ചനും പാപ്പച്ചനും ആരും രക്തം ചീന്തിയിട്ടില്ല. സഭയ്ക്ക് വേണ്ടി രക്തം ചീന്തിയത് യേശുവാ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയാം. ആൾക്കാരുടെ പേരില്ല കരിവന്റെ അല്ല ഇങ്ങനെ പറഞ്ഞു. ബേബിച്ചാനും ഒക്കെ കൂടി വരുന്ന സഭയിലാ ഞങ്ങള്. അല്ല ബേബിച്ചാന്റെ സഭ ബേബി ഇളകും, ഒന്നാമത് അവൻ ഇളകിയിരിക്കുക. അതുകൊണ്ട് കൂടെ ബേബിയുടെ സഭയിൽ നിന്നൊന്നും കയറി. സഭ ദൈവത്തിൻ്റെ. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. ഇതിനെങ്ങനെയാ ബേബിക്ക് സഭ വരുന്നേ? സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിക്കുന്നത് ക്രിസ്തുവാണ്. ചിന്തിയല്ലോ സ്വന്തം ചിന്തിയല്ലോ ചന്തം ചിന്തും ചന്തം ചിന്തും സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്ത്, ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്ത് വീണ്ടെടുത്തു എന്നെ, വീണ്ടെടുത്തു എന്നെയോ എന്നെയോ. ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കാൻ, ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കാൻ. അരവുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ ഈ കയീൻ സൂത്രബുദ്ധിക്കാരനായതുകൊണ്ട് മകൻ ഹാനോക്കിന്റെ പേര് പട്ടണത്തിന്. അപ്പന്റെ ചിന്ത ഇത്ര ഉള്ളൂ, മോന്റെ പേരിനാൽ പട്ടണം അറിയപ്പെടണം. സൂത്രബുദ്ധിയ. പക്ഷെ സംഭവിച്ച കാര്യം നമുക്കറിയാം. ഈ പേരും പട്ടണവും പ്രശസ്തിയൊക്കെ എത്ര നാള് നീണ്ടു നിന്നു? ഒറ്റ വാക്കി പറയാം, വെള്ളപ്പൊക്കം വരെ. ദൈവം തമ്പുരാൻ മേളത്തെ ഉറവേം തുറന്നു, താഴത്തെ ഉറവേം കൂടെ തുറന്നപ്പോ അവന്റെ പേരും പോയി, പട്ടണവും പോയി, സ്ഥാനം പോയി, മാനവും പോയി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ദൈവമക്കളോടൊരു കാര്യം പറയാം. നീ സൂത്രത്തിൽ കസേര പിടിച്ചാൽ അധിക നാളിരിക്കുകയില്ല. നീ തന്ത്രത്തിൽ എന്തേലും സ്ഥാനമോ മാനമോ നേടിയാൽ അത് ശുഭമാകുകയല്ല. നാടൻ ഭാഷ പറഞ്ഞ് ഈ കോതുകാല് വെച്ച് കുതികാല് വെട്ടി ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച് എന്തേലും നേടിയെടുത്താൽ നിലനിൽക്കത്തില്ല. ദൈവം നിന്നെ ഉയർത്തണം. അയ്യോ, സൂത്രത്തിൽ പലതും സമ്പാദിച്ചവരെയൊക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ചിലരുടെ പേരിപ്പം ഇല്ല. കഥാരി അവിടെ കിടന്ന് ആടുന്നല്ലാതെ ആളിപ്പം നിങ്ങൾക്കറിയാം. വിശേഷിച്ച് കുട്ടനാട്ടിൽ സാധുക്കളാകുന്ന ആൾക്കാരെ നല്ലതുപോലെ പണിയെടുപ്പിച്ച് കന്ന് പണിയും പോലെ പണിത് 8 കെട്ടും 16 കെട്ടും പടിപ്പുരയും ഒക്കെ പണിത വീരന്മാരുണ്ടായിരുന്നു. ജോലി ചെയ്താൽ കൂലി പോലും കൊടുക്കുകയില്ല. മുറ്റത്ത് കയറാനൊക്കത്തില്ല. വെല്ലുമച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുറ്റത്ത് അറവാ ചെന്ന ദൂരെ കുഴി കുടിക്കും, കുഴിക്കകത്ത് ഇല കൂട്ടി വെക്കും, അതിനകത്ത് ആ കഞ്ഞി. സ്തോത്രം. ഇപ്പൊ അങ്ങനെയുള്ള 8 കെട്ടും കാണാനില്ല, 16 കെട്ടും ഇല്ല, 32 കെട്ടും. സൂത്രത്തിൽ കൊണ്ടുവരുന്നതൊന്നും ശുഭമാകത്തില്ല.
അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന സമയം പോയെന്നാലും ഒരു പാട്ടൂടെ പാടാം. സാറ് പാടിയതാ. തിത്തിരികൾ നഞ്ഞ മുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ, തിത്തിരികൾ നഞ്ഞ മുട്ടയെ വിരിയിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ, ചേർത്തു കൂട്ടിയിട്ടാതനങ്ങളിൽ മേൽ ഒരുമിരുന്ന യവ ഇരിഞ്ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്ന ആദനെ, ചേർത്തു കൂട്ടിയിട്ടാതനങ്ങളിൽ മേൽ പൊരുമിരുന്ന യവ ഇരിഞ്ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്ന ആദനെ, എന്ന വിട വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടുവാൻ തീരുവാൻ, എന്ന വിട വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടുവാൻ തീരുവാൻ. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം മാമോൻ കുട്ടികളെന്നാ. മാമോന്റെ കൊച്ചുങ്ങള് വിവരിക്കുന്നില്ല, പോട്ടെ. അപ്പൊ അപ്പൻ സൂത്രത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കി. വെള്ളപ്പൊക്കം വരെ ഉള്ളായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാ, സൂത്രത്തിൽ നീ ഒന്നും സമ്പാദിക്കരുത്. ചേട്ടനും അനിയനും വസ്തു ഭാഗോടമ്പടി ചെയ്യുമ്പോൾ അനിയന് കൊടുക്കേണ്ടത് കൃത്യം കൊടുക്കണം, ചേട്ടന് കൊടുക്കേണ്ടത് കൃത്യം കൊടുക്കണം. പെങ്ങൾക്കുള്ളതുണ്ടെങ്കിൽ അത് കൊടുക്കണം. നീ സൂത്രം ഉണ്ടാക്കി മേടിച്ചാൽ നിനക്കും ഗുണമാകുകയില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്കും ഗുണം. നീ കള്ളയാധാരം ഉണ്ടാക്കരുത്. മേരിയേ, മേരിയോട് സാകലയാണ്, കള്ളയാധാരം ഉണ്ടാക്കരുത്. അപ്പൻ ഊർത്തശാസ്ത്രം വലിയ ഇങ്ങനെ കിടന്നപ്പോ തള്ളവരിൽ വെച്ച് അമുക്കി ശരിയാകുകയില്ല. ഇടപാടൊക്കെ തീർത്തോണം. സക്കാജി പറഞ്ഞ പോലെ ആയിരിക്കണം. ആരോടേലും വല്ലത് ചതിവായിട്ട് യോഗം നടത്താന്നാണോ, അതോ ഹോള് പണിയാന്നാണോ? 4 ഇരട്ടി അതാ മാനസാന്തരം. ഇടപാടുകളൊക്കെ തീർക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആരുടെയും വഞ്ചിക്കരുത്, ചതിക്കരുതെന്ന്. സൂത്രം ഒപ്പിക്കരുത്. സൂത്രം ഒപ്പിച്ചാൽ നിനക്കും ഗുണമാകുകയില്ല, സന്തതിക്കും. നിങ്ങളോർക്ക് ദൈവമേ ഒന്ന് ബലപ്പെടാന്ന് ഓർത്ത് വന്നപ്പോൾ അയാൾ രാഗി അലച്ചാ. പ്രാഗി അലച്ചതല്ല, പ്രാഗ് കിട്ടാതിരിക്കാനായി പറയുന്നത്. അവൻ അറിഞ്ഞു കുത്തി പ്രാകരുത്. നീ നിന്റെ സന്തതിയും ഭൂമിയുള്ള കാലത്തോളം ഗുണം പിടിക്കലെന്ന് അവിടെ നിന്ന് പ്രാകരുത്. കാരണം കൂടാതെ പ്രാഗ് കേൾക്കുകയായിരുന്നു. അപ്പൊ കാരണമുണ്ട്, സൂക്ഷ്മ കേൾക്കും. അതിന് ബാംഗ്ലൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നും കോട്ടയത്ത് നിന്ന് ആളിനെ ഇറക്കിയാലൊന്നും ജാപം പോവുകയല്ല. അവരവിടെ നിന്ന് താണ്ട വരുന്നു പിടിച്ചോ മേരി എന്ന് പറഞ്ഞ് നിന്നെ തള്ളിയിടും. അവര് കാറെ കയറിപ്പോ നീ അവിടെ മലന്ന് കിടക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? വല്ലോ അന്യായമായിട്ടൊന്നും നിന്റെ കൈ വരരുതെന്ന്. വീട്ടു ജോലിക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെ വളിച്ചതും പുളിച്ചതും കഴിക്കാൻ കൊടുക്കരുത്. പിടിച്ചിനകത്ത് 5 ദിവസം വരുന്ന അതിന് വീട്ടുകാർക്ക് ആർക്കും വേണ്ട. അന്ന് തറ തുടയ്ക്കാൻ വരുന്ന തങ്കയ്ക്ക് കൊടുത്തു തരും. തങ്കേ, നീ പോകാൻ നേരത്താണ്ടാ ഫ്രിഡ്ജിനകത്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കീറിയ സാരി കൊടുക്കരുതെന്ന്, നല്ല സാരി കൊടുക്കണം. ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും 10 സെന്റ് 1 2 ഏക്കറുള്ള ആൾക്കാരുള്ളവർ 10 സെന്റ് കൊടുക്കുക. എന്നാൽ വഴിയുള്ളിടത്തേ കൊടുക്കാവുള്ളൂ. അവന് വഴിയില്ലാതെ അവൻ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോയാൽ മറ്റവന്റെ കമ്പി വലിയേക്കുള്ളൂ. അതിന് അവനിങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ ഇത് വല്ലോ? ഞാൻ പ്രസംഗിക്കുന്നിടത്തെല്ലാം പറയും. ഇപ്പം മഴയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. വറവിന്റെ സമയത്ത് വെള്ളമില്ല, അപ്പുറത്തെ വീട്ടിൽ വെള്ളമില്ല. നിന്റെ കിണറ്റിൽ ഈ കോട്ടയം ഭാഷ പറയാം 5 അരിഞ്ഞാണം വെള്ളമുണ്ട്. അരിഞ്ഞാണമെന്നല്ലേ പറയുന്നത്? അപ്പുറത്തുകാർക്ക് വെള്ളമില്ല, നിന്റെ കിണറ്റിൽ വെള്ളമുണ്ട്. അവർക്കൂടെ വെള്ളം കൊടുക്കണം, കുടിവെള്ളം. അല്ല 4 വശവും മതിൽ പൊക്കി കെട്ടി വലിയ ഗേറ്റ് വിട്ട് വാല് മുറിച്ച് 2 പട്ടിയെ തുറന്ന് വിട്ടു. പട്ടി അവിടെ മതിലിന്റെ അവിടെ അവൻ അന്തം വിട്ടു പോവാ. അവൻ ചിന്തിച്ച് പട്ടി കടിച്ച് ആകുന്നില്ല നല്ലത് വെള്ളം കുടിക്കാതെ. അവനോട് വിളിച്ച് പറയണം, നിങ്ങൾ വന്ന് ഹിന്ദുക്കളോ മുസ്ലിമോ ആരുമാകട്ടെ മനുഷ്യരല്ലേ, ഇങ്ങോട്ട് വെള്ളം കോരിക്കൊണ്ട് പോകാൻ പറയണം.
എന്റെ അഭിപ്രായം മോട്ടർ ഉണ്ടെങ്കിൽ ഒരു പൈപ്പ് മോട്ടർ അടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തേക്കണം. നിങ്ങളുടെ പാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ പറയണം. ഇത് വെള്ളം കൊടുക്കുകയില്ല, ഗുണം കൊടുക്കുകയില്ല. ഇത് സന്ധ്യ ആകുമ്പോ തമ്പേർ വെച്ചടിക്കുക. ദേശമെല്ലാം ഉണർന്നീടു നിന്നെ മെറ്റിൽ പെറുക്കി എറിയും. നീ ഗുഡ് ന്യൂസ് കൊടുക്കുക. സുവിശേഷ വിരോധികൾ ആനത്താനത്ത് പോടാ, ആനത്താനത്ത് വിടാ സുവിശേഷ വിരോധി. ഇവിടെ ഒരു സുവിശേഷ വിരോധിക്കില്ല. നീ മാന്യമായിട്ട് ഇടപെട്ടെ, അവൻ നിന്റെ കൂടെ വരും. അവനും വന്ന് നിന്റെ കൂടെ മുഴങ്കാലം അടക്കി ദൈവത്തെ ആരാധിക്കും. സ്തോത്രം. ദൈവം വിശ്വസ്തനല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ ചക്കയുടെ സീസണല്ലേ. ചക്ക ഉണ്ടെങ്കിൽ അത് ഒന്നാമത് നിനക്ക് കഴിക്കാൻ. ഈ പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പൊ അങ്ങനെ മിക്കവർക്കും ചക്ക മുറിക്കാനോ അത് ചകണി കളയാനൊന്നും. അമ്മ ചക്ക ഈ ആണ്ട് ഞാൻ ചക്കയൊന്നും കഴിച്ചില്ല. എന്നാ ആര് അടത്തിപ്പെറുക്കി? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിനക്ക് കഴിക്കാൻ മേല. കഴിക്കാൻ ആക്കമുള്ളവരുണ്ട്, അവരോട് പറയണം 2 ചക്ക ഇട്ടുകൊണ്ട് പോക്കാളെ. ഇതാ ചക്ക പഴുത്ത് വീണ് അവിടെ കിടന്ന് നശിച്ചാൽ പോലും ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. എന്നിട്ട് ഞായറാഴ്ച സിയോൻ കിതാബിലെയും ബൈബിളുമായിട്ട് ഓടുക. എങ്ങോട്ട് പോവുക? ആരാമനക്ക് നിന്നെ ഗുണം ചെയ്യുന്ന്. സ്തോത്രം. ഗുണം ചെയ്യേ. ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ഹാനോക്ക്, മൂന്നാമൻ ഹാനോക്ക് ഗുണപ്പെട്ടവനല്ല. ഇവൻ കയീന്റെ സന്തതിയാ, ഗുണം വന്നവനല്ല. എന്നാൽ 7ാമനായ ഹാനോക്ക് ഗുണപ്പെട്ടതാ. അത് ആദാമിന് 2 വംശമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിലെ 1ാമത്തെ വംശമാണ് ആദാം, കയീൻ, ഹാനോക്ക്. ഹാനോക്കിന്റെ മകൻ ഈരാദ്,